സ്ഥലം മാറ്റിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയുടെ പ്രതിഷേധം 4ാം ദിവസവും തുടരുന്നു. സർക്കാർ ഉത്തരവ് വേണമെന്ന് ചൂണ്ടിക്കാട്ടി DME ഇതുവരെ അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. നഴ്സിംഗ് ഓഫീസർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഓഫീസറെ ഉപരോധിച്ചു. 2023 മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ വെച്ച് യുവതി പീഡനത്തിനിരയായത്. പ്രതിയായ ശശീന്ദ്രനും അതിജീവിതയുടെ മൊഴി മാറ്റാൻ ശ്രമിച്ചവർക്കുമെതിരെ സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിത റിപ്പോർട്ട് നൽകി. എന്നാൽ വകുപ്പുതല നടപടിയുടെ ഭാഗമെന്ന് വാദമുയർത്തി ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ച് തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണമെന്ന ഉത്തരവ് നേടിയെങ്കിലും DMEയുടെ ഉത്തരവില്ലാതെ ജോലിയിൽ പ്രവേശിക്കാനാവില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം. അനിതയുടെ പ്രതിഷേധം 4ാം ദിവസവും തുടരുകയാണ്. സഹന സമരമാണ്, അതിജീവനത്തായുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നുകൂടി ഞങ്ങൾ ഈ രീതിയിലുള്ള ഒരു കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നുകൂടി തീരുമാനമായിട്ടില്ലെങ്കിൽ നാളെ മുതൽ സമരത്തിൻ്റെ രൂപം മാറ്റി ശക്തമായിട്ടുള്ള സമരപരിപാടിയുമായി കേരള ഗവൺമെൻറ് നഴ്സസ് യൂണിയൻ മുന്നോട്ട് പോകുവാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. വലിയ പ്രയാസമാണ്. ഇപ്പം ഞാൻ കോടതി വിധി നീതി എനിക്ക് കോടതിയിൽ നിന്ന് കിട്ടിയിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് എന്നോടുള്ള പകപോക്കലായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നഴ്സിനോട് അധികൃതർ പ്രതികാര നടപടിയെടുക്കുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഭരണവിഭാഗം ഓഫീസറെ ഉപരോധിച്ചു. അതേസമയം DME ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. റിപ്പോർട്ടർ, കോഴിക്കോട്.